എൻ്റെ ദൈവമേ, അങ്ങയുടെ മഹാദാനമായ തിരുപ്പട്ടം എനിക്ക് ലഭിച്ചിട്ട് ഇന്നേക്ക് 25 വർഷം പൂർത്തിയാകുകയാണ്. വെറും ഫ്രാൻസിസ് ജോസഫ് ആയിരുന്ന എന്നെ അവിടുന്ന് ഫാദർ ഫ്രാൻസിസ് ജോസഫ് എന്നാക്കിയതിൻ്റെ രജത ജൂബിലി. നന്ദിയുണ്ട് ദൈവമേ. പക്ഷേ അതിൻ്റെ ആഘോഷത്തിനായി ഒരുങ്ങുമ്പോഴും എൻ്റെ ഹൃദയം മുഴുവൻ ആ ഭൂഖണ്ഡത്തിലാണ്. ആഫ്രിക്ക. ദൈവം എനിക്കായി തിരഞ്ഞെടുത്ത ശുശ്രൂഷാ മണ്ഡലമാണത്. സൗത്ത് സുഡാൻ. ചീറിപ്പായുന്ന വെടിയുണ്ടകൾക്കും നാശം വിതയ്ക്കുന്ന പീരങ്കികൾക്കും നടുവിൽ ഒരുപറ്റം നിസ്സഹായരായ മനുഷ്യരുണ്ടവിടെ. ഇന്ന് പ്രധാനമായി ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഒരിക്കലില്ലാത്ത ഇതാരാ മോളിയോ? എന്നാണ്ട് വിശേഷങ്ങള്? ഹാപ്പി ജൂബിലി ഗ്രീറ്റിംഗ്സ്. താങ്ക് യു. ഒരു വിശേഷമുള്ള സുഖം. എപ്പോൾ എത്തി? ഞാൻ ഇന്ന് രാവിലെ എത്തിയായിരുന്നു. ഫ്ലൈറ്റൊക്കെ എല്ലാം ഭംഗിയായിട്ട് പോയി. എന്തുണ്ട് വാർത്ത? നല്ല വാർത്തകൾ, നല്ല വിശേഷം. ഞാനിങ്ങനെ ദൈവത്തിന് ജോലിയൊക്കെ അല്ലേ, ജോലിയൊക്കെ ദൈവത്തിന് നന്ദി പറഞ്ഞ് ഇങ്ങനെ ഇച്ചിരി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായത്. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ആഫ്രിക്കയിലെ വിശേഷം അറിയാനാണോ? അങ്ങനെയാണ്. നീ ഇന്ന് പോകണ്ടോ? ഇല്ല. ഇന്ന് പോകണില്ലെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. രാത്രി ഇന്ന് അത്താഴം കൂടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഇരുന്ന് വർത്താനം പറയാം. ഞാൻ അവിടുത്തെ വിശേഷം എല്ലാം പറഞ്ഞു തരാം. അവരച്ഛനും മേരി ചേച്ചിയും പിള്ളേരും വരാന്ന് പറഞ്ഞാൽ അവർ വരുന്നുണ്ടോ? ചേട്ടന്മാരും നിങ്ങളൊക്കെ ഇവിടെ നിൽക്കുമ്പോ ഞാനെങ്ങനെ ഇരുന്ന് സംസാരിക്കണേ? പിന്നെ ഇത് ജൂബിലി ഇങ്ങനെ പൊടി പൊടിക്കുന്നുള്ള കാര്യം ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. ഇന്ന് ഇവിടെ എൻ്റെ ജൂബിലി ആഘോഷിക്കാൻ ഒത്തിരി മുൻകൈ എടുത്ത് നിങ്ങളെല്ലാവരും ഒത്തിരിയേറെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഒത്തിരിയേറെ ദിവസങ്ങളായിട്ട് നിങ്ങൾ ഇതിനു വേണ്ടി പരിശ്രമിക്കുകയായിരുന്നു. ചാച്ചനും അമ്മച്ചിക്കും പ്രായമൊക്കെ ആയി, എന്നാലും അതിൻ്റെ വിഷമതകളുണ്ട്. എന്നാലും ഈ ജൂബിലി ആഘോഷിക്കാൻ അവർ ജീവിച്ചിരിക്കുന്ന ഈ സമയത്ത് ഈ ജൂബിലി ആഘോഷിക്കുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതിൽ ചാച്ചനോടും അമ്മച്ചിയോടും ഞാൻ ഒത്തിരി നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ എൻ്റെ ചേട്ടന്മാരും ചേച്ചിമാരും അനിയന്മാരും അനുജത്തിമാരും അവരുടെ പിള്ളേരും എല്ലാവരും ഈ ജൂബിലിക്ക് വേണ്ടിയിട്ട് ഒത്തിരി പരിശ്രമിച്ചിട്ടുണ്ട്. അവരോടും ഞാൻ വളരെ നന്ദി പറയുന്നു. അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഇതിനു വേണ്ടി പരിശ്രമിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഈ ജൂബിലി ഞാൻ ആഘോഷിക്കില്ലായിരുന്നു. നിങ്ങളുടെയൊക്കെ സഹകരണവും പ്രാർത്ഥനയും സന്തോഷവും ഒത്തൊരുമിച്ചുള്ള ജീവിതം, ഇതൊക്കെയാണ് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സമൂഹത്തിലൊക്കെ
ഒരു നല്ല കാര്യമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. ഈ ഒത്തൊരുമിച്ചുള്ളതുകൊണ്ടാണല്ലോ നമുക്ക് ഇന്നിപ്പോൾ ഇവിടെ ഈ ആഘോഷം ഗംഭീരമാക്കി തീർക്കാൻ നമുക്ക് സാധിച്ചത്. അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എല്ലാറ്റിനും ഉപരിയായി ഞാൻ സർവശക്തനായ ദൈവത്തിനോട് നന്ദി പറയുന്നു. അഭിജയ്, ദൈവവിളിയെപ്പറ്റി പറയുമ്പോൾ എൻ്റെ ചെറുപ്പം മുതൽ എന്നെ വളരെ സ്വാധീനിച്ച ഒരു ഘടകമാണ് എൻ്റെ ചാച്ചനും അമ്മച്ചിയും, അതുപോലെ എൻ്റെ ചേട്ടന്മാരും ചേച്ചിയും. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ പള്ളിയിൽ വിവിധ തരത്തിലുള്ള ഭക്തസംഘടനകളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സോഡാലിറ്റി മിഷൻ ലീഗ്. എല്ലാ ശനിയാഴ്ച തോറും ഞങ്ങൾക്ക് സോഡാലിറ്റിയുടെയും മിഷൻ ലീഗിൻ്റെയും മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാ മാസവും സോഡാലിറ്റിയിൽ നിന്നും മിഷൻ ലീഗിൽ നിന്നും മിഷി പിരിവെന്നും പറഞ്ഞുകൊണ്ട് വീടുകൾ തോറി വാർഡുകൾ തോറി പിരിവെടുത്ത് ഇടവകയുടെ കീഴിലുള്ള പാവപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ളത് മിഷൻ ലീഗ് അവരുടെ ഒരു കടമയായിട്ട് അവർ ഏറ്റെടുത്തു. മാത്രമല്ല, ബാക്കി വരുന്ന തുകകൾ ചിലപ്പോൾ അത് രൂപതയ്ക്ക് അയച്ചു കൊടുക്കും. ആ രൂപതയിൽ നിന്ന് ഇന്ത്യയിലെ പാവപ്പെട്ട രൂപതകൾക്കോ അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിൽ പാവമായിട്ടുള്ള ആഫ്രിക്കയിലെ പാവപ്പെട്ട ഡയസിസിനോ അങ്ങനെയുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കുമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ വളരെ ഉത്സാഹത്തോടു കൂടി ഈ പിരിവിന് പോകാനും അവിടുന്ന് പിരിച്ചു കിട്ടുന്ന പൈസ പള്ളിയിൽ കൊണ്ടുപോയി ഏൽപ്പിക്കാനുള്ള വളരെ ഉത്സാഹമുണ്ടായിരുന്നു അന്നൊക്കെ. ഇതിനൊക്കെ ഇപ്പോൾ എന്നെ സഹായിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും എൻ്റെ പേരൻസാണ്, ചാച്ചനും അമ്മച്ചിയും. എന്തുകൊണ്ടെന്നാൽ ചെറുപ്പത്തിൽ നമുക്കിതിനുള്ള ഒരു ആഗ്രഹമൊന്നുമില്ല എന്നും പള്ളിയിൽ പോകണം എന്നുള്ളത്. പക്ഷേ എൻ്റെ പേരൻസ് എന്നും നിർബന്ധിക്കുമായിരുന്നു. ചെറുപ്പം മുതൽ 4ാം ക്ലാസ് 5ാം ക്ലാസ് മുതൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ലായിരുന്നു, പക്ഷെ എന്നാലും നിർബന്ധിക്കും. ചിലപ്പോൾ വഴക്ക് പറയും, ചിലപ്പോൾ പോയില്ലെങ്കിൽ അടി വെച്ച് തരും. അങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയ ഇതൊക്കെ എന്നാ പറയുന്നത് ഓരോ നിമിത്തങ്ങളായിട്ട് എനിക്ക് തോന്നുകയാണ്. ദൈവവിളിയിലേക്ക് എന്നെ ആകർഷിച്ച ഓരോരോ ഘടകങ്ങളായിട്ട് ഞാനിപ്പോൾ ചിന്തിക്കുകയാണ്. അതുപോലെ തന്നെ എന്നെ ആകർഷിച്ച പല വ്യക്തികളുമുണ്ട്, പ്രത്യേകിച്ച് എൻ്റെ ഏറ്റവും മൂത്ത ചേട്ടൻ. അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ചേട്ടനാണ് എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ. ചേട്ടൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, നമുക്ക് അങ്ങോട്ട് പോകാം. ഫ്രാൻസിയോ, ഇത് എപ്പോൾ വന്നു? ഞാൻ ഇപ്പോൾ വന്നേ ഉള്ളൂ. വാ, എന്നാൽ അകത്തേക്ക് ഇരിക്കാം. വേണ്ടെന്നേ, ഇവിടെ ഇരുന്നാൽ ഇവിടെ അല്ലേ. ശരി, എന്നാൽ ആയിക്കോട്ടെ. ഇവിടെ ഇരുന്നല്ലേ നമ്മളെപ്പോഴും സംസാരിക്കാറല്ലേ. എന്നാൽ ആയിക്കോട്ടെ. പിന്നെ എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. പിന്നെ ഇവിടെ എന്നാണ് വിശേഷം? ഇവിടെ എല്ലാവരും സുഖമായിട്ടൊക്കെ അങ്ങനെ ഇരിക്കണം. ഭയങ്കര വെയിലല്ലേ? ഭയങ്കര വെയിലും ചൂടും. കാര്യം 1-2 മഴ പെയ്തു. മഴ പെയ്തെങ്കിലും ഭയങ്കര ഉഷ്ണം. ഇപ്പോൾ കാരണം വെച്ചാൽ നല്ല മഴ പെയ്താലേ ഭൂമി തണുക്കുള്ളൂ. ഇല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് ഈ ചൂട് പൊങ്ങിക്കൊണ്ടിരിക്കും. അതാണ് ഈ ചൂട് കൂടാൻ കാരണം ഈ സമയത്ത്. ഇതാണ് എൻ്റെ ഏറ്റവും മൂത്ത ചേട്ടൻ. എൻ്റെ ദൈവവിളിയിൽ എന്നെ സഹായിച്ച പല വ്യക്തികളും എന്നെ ഈ സമയത്ത് ഓർമ്മ വരികയാണ്. അതിൽ എൻ്റെ ചേട്ടൻ എന്നെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. ജോർജ് എന്നാണ് പേര്. ഞങ്ങൾ വീട്ടിൽ 8 മക്കളാണുള്ളത്. അതിൽ എൻ്റെ സ്ഥാനം 4ാമത്തതാണ്. എന്ന് വെച്ചാൽ ചേട്ടനാണ് ഏറ്റവും മൂത്തത് ആണുങ്ങളിൽ. അപ്പോൾ കുടുംബത്തിൽ ചാച്ചനും അമ്മച്ചിക്കും ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി, ഏറ്റവും ആദ്യത്തെ മകൻ, അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ചേട്ടനിങ്ങനെ വളർന്നു വരുമ്പോൾ ഒരു സെമിനാരിൽ പോയി ഒരു അച്ഛനാകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ എന്നിട്ട് ചാച്ചൻ മൂത്ത മകനായതുകൊണ്ട് ചേട്ടായനെ വീട്ടിലായെന്നും ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്.
പക്ഷെ ഞാനിങ്ങനെ വളർന്നു വന്നിപ്പോൾ എൻ്റെ മിഷണറി ജീവിതത്തിലേക്ക് കാലുകുത്തി കഴിഞ്ഞ് ഇപ്പോഴാണ് എനിക്ക് അതിനെപ്പറ്റിയൊക്കെ പിടി കിട്ടിയത്. ചേട്ടായിക്കന്ന് ഇങ്ങനെ സെമിനാരി പോകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, അച്ഛനാകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ചാച്ചൻ അതിന് സമ്മതിച്ചില്ല. ചിലപ്പോൾ അതിൻ്റെ വിഷമം കാണുമായിരിക്കും. പക്ഷേ ഇതായിരുന്നു ചേട്ടായിയുടെ ഒരു ദൈവവിളി, ഒരു കല്യാണം കഴിച്ച് ഒരു കുടുംബജീവിതം കഴിക്കുക എന്നുള്ളത്. ഞാനിപ്പോൾ ഒരച്ഛനായി ഒരു മിഷണറി ജീവിതം നയിക്കുന്നു. എനിക്കതിൽ സന്തോഷമുണ്ട്. ചേട്ടായിക്കാകാൻ പറ്റാത്തത് എനിക്കാകാൻ സാധിച്ചു. അതിൽ ഞാൻ അഭിമാനം കൊള്ളുകയല്ല, എനിക്കതിൽ ഞാൻ കൃതജ്ഞതനാണ്. ഞാൻ പറഞ്ഞ അകത്തിരിക്കാന്ന്. ആ, ഇവിടെ ഇരുന്നാൽ മതി. ഇവിടെയാണെങ്കിൽ നല്ല കാറ്റുമുണ്ട്. ഇവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറയാൻ പാടില്ലേ? ഞങ്ങൾ പഴയകാല കാര്യങ്ങളൊക്കെ പറയുമോ? ഇത് പണ്ട് ചേട്ടായിക്ക് സെമിനാരി പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതും കൊണ്ട് കൂടുതൽ പ്രയോജനം ഉണ്ടായത് എനിക്കാ. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ ഇതാണല്ലോ ഞാനിപ്പം ഒരു അച്ഛനായിട്ട് നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഇവിടെ ഇങ്ങനെ നടന്ന് വിലസുന്നത്. വേണ്ടത് പിള്ളേരൊക്കെ എന്തേ? കൊച്ചിങ് വന്നേ, കൊച്ചിങ് വന്നേ. വന്നേ, ഒരു ഉമ്മ ആട്ടിക്കേ, ഉമ്മയൊക്കെ താട്ടിക്കേ, ഒരു ഉമ്മയൊക്കെ താട്ടിക്കേ. ഉമ്മ ഞങ്ങൾ ആരക്കുഴക്കാർ പൊതുവെ കർഷകരാണ്. പ്രകൃതിയുമായി മല്ലടിച്ച് ജീവിക്കുന്നവരാണ് എൻ്റെ കുടുംബക്കാരെല്ലാം. ആടും മാടും കോഴിയും ഒക്കെ ചേർന്നതാണ് ഞങ്ങളുടെ ജീവിതം. ഇപ്പോൾ ഞങ്ങൾക്കിവിടെ 4 പശുക്കളുണ്ട്. ഞാനിങ്ങനെയാണ്. വീട്ടിൽ അവധിക്ക് വന്നു കഴിഞ്ഞാൽ പശുവായി, ആടായി, എന്ത് കൃഷിപ്പണി വീട്ടിലുണ്ടെങ്കിലും അനിയന്മാരുടെ കൂടെയും ചേട്ടന്മാരുടെ കൂടെയും ഒക്കെ ചെയ്യും. കൃഷിയായാലും വേണ്ടില്ല, പശുവിനെ കുളിപ്പിക്കാനായാലും പുല്ല് വെട്ടാനായാലും കണ്ടത്തി കൃഷി പണിയാണേലും എന്താണേലും അവരുടെ കൂടെ കൂടും. അത് ചെറുപ്പത്തിലും അത് ചെയ്ത് പഠിച്ചു. അതിപ്പോൾ സെമിനാരിയിലല്ല, ഇപ്പം മിഷനിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും അവിടെയും കന്നുകാലികളുണ്ട്, അവിടെ ഞങ്ങൾക്ക് മുയലുണ്ട്, ആടുകളുണ്ട്. അപ്പോൾ ഈ ചെറുപ്പത്തിൽ ഇതൊക്കെ ചെയ്ത് പഠിച്ച കാരണം അവിടെ പോയി ഇതിപ്പോൾ ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോഴാണ് ഒരു കാര്യം ഞാൻ ഓർത്തത്. എൻ്റെയൊക്കെ സെമിനാരി ജീവിതത്തിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ സെമിനാരി ഫോർമേഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് പല ഉത്തരവാദിത്തങ്ങളും തരുമായിരുന്നു. ചിലപ്പോൾ 6 മാസത്തേക്ക്, ചിലപ്പോൾ 1 വർഷത്തേക്ക്. പക്ഷേ ഞാൻ പൂനായിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് അവിടെ വലിയൊരു ഫാമുണ്ടായിരുന്നു. ഒരു 10, 20, 30 പശുക്കളും അതിനെ തീറ്റിപ്പോറ്റാനുള്ള പുല്ലുകളൊക്കെ ഉള്ള ഒരു ഭയങ്കര സ്ഥലം. അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾ 3 പേർക്കാണ് കിട്ടിയത്. ഞാനായിരുന്നത് അതിൻ്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്. കേൾക്കുമ്പോൾ പശുക്കളുണ്ട്, പണിക്കാരുണ്ട്, എല്ലാ കൂട്ടവും ഉണ്ട്. പക്ഷേ ഇത് ചെയ്ത് തുടങ്ങി ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങിയത്. കാര്യം ഒത്തിരി പാല് തരുന്ന പശുക്കൾ, അത് കാരണം ഇതിന് അസുഖങ്ങൾ ഒന്നിന് പറയുക മറ്റൊന്നായിട്ട് അസുഖങ്ങൾ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു കുടുംബമാണ് ആ പശുക്കളെല്ലാവരും നോക്കി നടത്തിക്കൊണ്ടിരുന്നത്. ആ പശുക്കൾ ഞാൻ പറഞ്ഞ പോലെ 10, 30, 35 ലിറ്റർ പാല് തന്നുകൊണ്ടിരുന്ന പശുക്കളാണ്. അത് കാരണം അസുഖങ്ങൾ ഒത്തിരി ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഈ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ വേണമായിരുന്നു വണ്ടി ഓടിച്ച് 10-20 കിലോമീറ്റർ പോയി ഡോക്ടറെ കൊണ്ടുവന്ന് പശുക്കളെ ചികിത്സിച്ച് പിന്നെ ഡോക്ടറെ തിരിച്ചുകൊണ്ട് പോവുക. എന്ന് വെച്ചാൽ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ എൻ്റെ തലയിലായിരുന്നു. 2-3 മാസം ഇങ്ങനെ കടന്നുപോയി. ആ സമയത്ത് ഞങ്ങളുടെ ഈ പശുക്കളെയൊക്കെ കടന്നുകൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഈ 10, 20, 25 പശുക്കളെ കടന്നുകൊണ്ടിരുന്നത്. അവൻ ഏതാണ്ട് പറഞ്ഞ് അവൻ അവിടുന്ന് രാജിവെച്ച് പോയി. അവനങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പശുവിനെ കറക്കാൻ ആരുമില്ല, ഇതിന് പുല്ല് വെട്ടാൻ ആരുമില്ല. പുല്ല് വെട്ടാൻ ആളുണ്ട്, ഇതിനെല്ലാം കൊണ്ടുവന്ന് പുല്ല് അറുത്ത് പശുക്കൾക്ക് കൊടുക്കുക. ഇതെല്ലാം കൂടെ എൻ്റെ ഒരു ഉത്തരവാദിത്തം എൻ്റെ തലയിൽ കയറിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്നാണേലും എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു ആ സമയം. എന്നാണേലും ഒത്തിരി പ്രാർത്ഥിച്ചു. ഒരു പ്രകാരത്തിൽ അവിടുന്ന് ജോലി രാജിവെച്ച് പോയ അവനും അവൻ്റെ കുടുംബവും തിരിച്ചു വന്നു. കന്നുകാലികൾ അസുഖമൊക്കെ ഭേദമായി ആ പഴയ സ്ഥിതിയിലേക്ക് തന്നെ തിരിച്ചു വന്നു. അപ്പോൾ എൻ്റെ പഴയകാല
ജീവിതത്തിലേക്ക് ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഒരു വിധത്തിൽ പറഞ്ഞാൽ എനിക്ക് സന്തോഷമാണ്. എന്തുകൊണ്ടെന്നാൽ ഒത്തിരി ബുദ്ധിമുട്ടുകളും സഹനങ്ങളൊക്കെ സഹിക്കേണ്ടി വന്നെങ്കിൽ തന്നെയും ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ദൈവം എന്നെ വളരെയധികം ഉത്തരവാദിത്തപ്പെട്ട ഒരു മിഷണറി വൈദികനാക്കുവാൻ വേണ്ടിയിട്ട് എന്നെ പ്രിപ്പയർ ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അത് കാരണം ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് സൗത്ത് സുഡാനിലെ റെഫ്യൂജീസ് അവർ യുഗാണ്ടയിലുണ്ട്. അവരുടെ കൂട്ടത്തിലാണ്. ഒത്തിരിയേറെ ഉത്തരവാദിത്തങ്ങൾ എൻ്റെ സുപ്പീരിയേഴ്സ് എനിക്ക് നൽകിയിട്ടുണ്ട്. സ്വന്തമായിട്ടൊരു തീരുമാനങ്ങൾ എടുക്കാനും അതിനുള്ള പഴയ ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്നാണ് ഇപ്പോൾ എനിക്കിതെല്ലാം കിട്ടിയിരിക്കുന്നത്. ഈ എന്നാ പറയുന്നത്, ഒരു ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള, അവിടെ ആരോടും ചോദിക്കാനും പറയാനും ആരുമില്ല. ചില സമയങ്ങളിൽ സ്വന്തമായിട്ട് തന്നെ ഉത്തരവാദിത്തം എടുക്കണം. അതിന് ദൈവം തമ്പുരാൻ എന്നെ സഹായിച്ചിട്ടുണ്ട് ഒത്തിരി. അത് എന്നും ഞാനിപ്പോൾ അതിനുള്ള കൃതജ്ഞത എന്താ പറയുന്നത്, ഐ എം വെരി പ്രൗഡ് ഓഫ് വാട്ട് ഗോഡ് ഹാസ് ഡൺ ഇൻ മൈ ലൈഫ്. സമയം 2 മണിയാവാൻ പോകണം. പശുവിനെ കറക്കാനുള്ള ആൾ വരും. ഞാൻ പോയി പശുവിനെ ഒന്ന് തൊഴുത്തിക്കൊണ്ടി കെട്ടിയിട്ട് ഇപ്പോൾ വരാം. ഇക്കാലത്ത് പശുവും ആടുമൊക്കെ പഴയ കാലത്തെ പോലെ നമ്മുടെ എല്ലാ വീടുകളിലും ഇവ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മുടെ പൂർവികരൊക്കെ ഇതുങ്ങളെ വളർത്തിയതുകൊണ്ട് ഞാൻ പറയുന്നു, അതിൻ്റെയൊക്കെ ഒരു കഴിവ് നമ്മളിലും മറിഞ്ഞിരിപ്പുണ്ട്. ഒന്ന് പരിശ്രമിച്ചു നോക്കൂ. ഫലമോ ആരോഗ്യവും ദീർഘായുസ്സും. ഇപ്പോൾ ഈ പിള്ളേരൊക്കെ ഇവിടെ ഇതിൽ ഓടി നടക്കുന്ന കാണുമ്പോൾ എന്നെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? പിന്നെ പണ്ടത്തെ കളിയുടെ കാര്യമല്ലേ എന്താ പറഞ്ഞത്? പണ്ട് എന്തുമാത്രം ഇതിൽ ഓടി കളിച്ചിട്ടുള്ളതാ അല്ലേ? ഓടി കളിച്ച് നീ പറഞ്ഞു വീണ് കയ്യേൽ ഒരു ആ മുറിവ് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. ഞാൻ ഓർക്കാതെ അതൊക്കെ എന്ന് ഉണങ്ങിയത് ഇപ്പോഴാണെങ്കിൽ കൊണ്ട് ആശുപത്രി കൊണ്ട് സ്റ്റിച്ചിട്ട് ഒത്തിരി നാളെയല്ലേ. വാ ഇവിടെ വന്നിരിക്കുക, ഇച്ചിരി വർത്താനം പറയാം. ഇവിടെ അപ്പടി നീറാലോ. നീറോ? ആഫ്രിക്കയിലേക്ക് വാ. നീറല്ല, അവിടെ മനുഷ്യനെ കൊല്ലുന്ന ഈ ഉറുമ്പുണ്ട്, അതിൻ്റെ ഇടയ്ക്കും പറ്റിയാ. ഇതുപോലെ വലുതാണോ ഇരിക്കണേ? പിന്നെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇപ്പം മാത്തുവിൻ്റെ പിള്ളേർ, കുട്ടായിയുടെ പിള്ളേർ, രമ്യയുടെ പിള്ളേർ, എല്ലാവർക്കും 2 പിള്ളേർ. അപ്പോൾ നമ്മുടെ അപ്പച്ചിക്കൊക്കെ 2 പിള്ളേർ വീതം ഉണ്ടായിരുന്നുള്ളെങ്കിലേ അപ്പച്ചിക്കും ചിറ്റപ്പനൊക്കെ ഇപ്പം നമ്മൾ ഇവിടെ ഇരുന്ന് ഇതുപോലെ സംസാരിക്കില്ലായിരുന്നു. അന്നേരം ആരെയും കാണാൻ പറ്റുമോ? ഇപ്പം എല്ലാവരും ആകെ സുഖഭോഗത്തിൽ ജീവിക്കണമെന്നുള്ള ആകെ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. എനിക്ക് ഒന്ന് കഴിയുന്നില്ല, അങ്ങനെയല്ലേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാലുണ്ടല്ലോ എന്താ സംഭവിക്കുന്നത്? സന്യാസ ജീവിതത്തിലേക്കൊക്കെ ഇനി പിള്ളേർ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അപ്പോൾ തന്നെ വളരെ കുറവാണ്. അതെയോ? പക്ഷേ ആഫ്രിക്കയിലുണ്ടല്ലോ ഞങ്ങൾക്ക് ഓരോ കുടുംബത്തിനും ഇഷ്ടം പോലെ പിള്ളേരുണ്ട്, ഒരു കുറവുമില്ല. അവിടെ ഈ കുടുംബാസൂത്രണ പരിപാടികളൊന്നുമില്ല, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല അവിടെ. പിന്നെ പോരെങ്കിൽ ഓരോർക്ക് 8, 9, 10 പിള്ളേരുണ്ട്. അന്നേരം അതുങ്ങളുടെയൊക്കെ വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ എങ്ങനെ കാര്യം? വിദ്യാഭ്യാസമൊക്കെ കുറവായിരിക്കും, പക്ഷെ എന്നാലും അവർക്ക് തന്നെ തൊഴിൽ തന്നെ കൃഷി. പക്ഷേ കിട്ടുന്ന അവർക്ക് അത് പ്രശ്നമല്ല. നമ്മുടെ നാട്ടിലിപ്പോൾ നമ്മളൊക്കെ നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ എന്ത് കിട്ടിയാലും അത് കഴിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം എന്നാ സംഭവിക്കുന്നത്, 2 പിള്ളേരേ ഉള്ളൂ. അതിന് അവർ ചോദിക്കുന്നത് കൊടുത്തില്ലെങ്കിൽ അവരവിടെ വഴക്കിട്ട്, അത് കാരണം കാരണന്മാർ അവർക്ക് ഇഷ്ടമുള്ളത് മാത്രമൊക്കെ മേടിച്ചു കൊടുക്കുകയുള്ളൂ. അത് കാരണം പിള്ളേർ സിദ്ധാന്തത്തിലൊക്കെ വളർന്നു വരുന്നത്. ഒന്നാമത് പിള്ളേരെ ഇപ്പോൾ കാരണന്മാർക്ക് പേടി. അങ്ങനെയാ. പക്ഷേ ഞാൻ ജോലി ചെയ്യുന്നിടത്തോളം അങ്ങനെയൊന്നുമല്ല. പിള്ളേർക്ക് കിട്ടുന്നത് പിള്ളേർ കഴിച്ചോളും. നല്ല ആരോഗ്യമുള്ള പിള്ളേരുണ്ടായിരിക്കും. അത് ശരിയാ. അത് കാരണം അങ്ങനെ വലിയ വഴക്കുമില്ല, ഒരു കുഴപ്പമില്ല. പണ്ട് നമ്മൾ ഇത്രയും പിള്ളേരുണ്ട്, നമുക്ക് വഴക്കുണ്ടായിരുന്നോ? ഒരു കുഴപ്പമില്ലായിരുന്നു. അത് കാരണം എനിക്ക് തോന്നുന്നു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ എനിക്കറിയാൻ പാടില്ല ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന്. പിന്നെ യൂറോപ്പിലൊക്കെ ആണെങ്കിൽ പല സ്ഥലങ്ങളിലും പിള്ളേർ വേണ്ടെന്നുള്ള രീതി വരെ ആയി തുടങ്ങി. അവർക്ക് പട്ടീനെയും പൂച്ചേനെയൊക്കെ വളർത്താൽ മതി. അത് പിള്ളേരായിട്ട് കൊണ്ടു നടക്കുമായിരിക്കും. പിള്ളേരെക്കാളും നന്നായിട്ടാണ് പട്ടീനെയും പൂച്ചേനെയും കൊണ്ടു നടക്കുന്നത്. ഞാൻ പലപ്പോഴും നിന്നോട് ഒരു കാര്യം ചോദിക്കുന്നിടത്താ കാര്യമായിട്ട് ഞാനിപ്പോൾ അച്ഛനായിട്ട് 10-25 വർഷമായി. ഞാൻ എൻ്റെ കാര്യം, എൻ്റെ ദൈവവിളിയെപ്പറ്റി മാത്രമേ ഇതുവരെ ചിന്തിച്ചിട്ടുള്ളൂ. നീയും
സിസ്റ്ററായി. ഞാൻ ഇതുവരെ നിന്നെപ്പറ്റി എന്നോട് ഈ ഒരു കാര്യം ചോദിച്ചിട്ടില്ല, നിൻ്റെ ദൈവവിളി എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം. പലപ്പോഴും അവധിക്ക് വരുന്നു, നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നു, അവധി കഴിഞ്ഞ് ഞാൻ പോകുന്നു, അല്ലെങ്കിൽ അവധി ഒരു ദിവസം നീ അവധി എടുത്ത് ഇവിടെ വരുന്നു, നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നു, അത് കഴിഞ്ഞ് നീ മഠത്തിലേക്ക് പോകുന്നു. പലപ്പോഴും ഞാനിത് ചോദിക്കുന്നു വിചാരിച്ചതാണ്, ഇത് നിൻ്റെ ദൈവവിളിയെ പറ്റി എന്തെങ്കിലും ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത് ശരി, എൻ്റെ ദൈവവിളി 25 വർഷം കഴിഞ്ഞു, ഇനിയിപ്പോൾ അതേക്കുറിച്ച് എന്നാ ചിന്തിക്കാനാ? ചേട്ടാടി 25 വർഷം ആയതുകൊണ്ടാണ് ചേട്ടാ ഇപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അതെ, അത് ശരി. എന്നാലും നിനക്കൊന്നും പറയാനൊന്നുമില്ലേ? പറയാനുണ്ട്, ചെറുപ്പത്തിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് പയ്യെ പയ്യെ വളർന്ന് വന്നു. ഇടയ്ക്കത് മൂടിപ്പോയി. പിന്നെ ഈ നമ്മുടെ CMCയിലെ അമ്മമാരൊക്കെ പള്ളിയിൽ പോണേ കുടയും കുത്തിപ്പിടിച്ച് വടിയും കുത്തിപ്പിടിച്ച് പോണ കാണുമ്പോൾ അവരുടെ പുറകെ ചെന്ന് നോക്കി ഇവരെന്നായി ചെല്ലിക്കൊണ്ട് പോണേന്നൊക്കെ. അന്നേരം ഒരമ്മ, നമ്മുടെ ഈ അമ്മച്ചിയുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്മയുടെ പേരുണ്ടായിരുന്നല്ലോ, ആ അമ്മ എന്നെ കയ്യെ പിടിച്ച് വിളിച്ചു വരുവാണെങ്കിൽ, മന്നേ മോനെ ഒരു കാര്യം പറയാനുണ്ട്, കൊച്ചു മടത്തി ചേരണുണ്ടോ എന്നൊക്കെ ചോദിക്കും. അന്നേരം ഉള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ ഇല്ലയെന്നും പറഞ്ഞ് ഞാനങ്ങ് പോകും. എന്നാലും പോകല്ലോ, കൊച്ചിങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം, എല്ലാ ദിവസവും കൊന്തയല്ലണം എന്നൊക്കെ പറഞ്ഞ് വല്ല സുഹൃത്തുക്കളൊക്കെ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. അത് ശരി. അങ്ങനെ അങ്ങ് വളർന്നു പോയി. പിന്നെ 10ാം ക്ലാസ് വന്നപ്പോൾ ശരി ഞാൻ വീട്ടിൽ പറഞ്ഞൊന്നുമില്ല. എന്നാൽ PDC കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പത്രത്തിലൊരു പരസ്യം കണ്ടു, ഇങ്ങനെ ദേവിളിയെക്കുറിച്ചൊരു ക്യാമ്പ് ഉണ്ട്, അന്നൊന്ന് പോയേക്കാം ആ കാര്യം പറഞ്ഞപ്പോഴാണ് വീട്ടിൽ തന്നെ അറിയണത്. അങ്ങനെ അങ്ങ് വിട്ടു. എന്നാൽ പോയി വാന്ന് പറഞ്ഞ് വിട്ടു. അങ്ങനെ പോയി. അത് വലിയ ഇഷ്ടപ്പെടില്ല. പിന്നെ തിരിച്ചു വന്നപ്പോൾ നമ്മുടെ ജാസ്മിനില്ലേ, അമ്മച്ചിയുടെ പേരപ്പൻ്റെ മകള്, സിസ്റ്റർ ഇവിടെ ഒരു ദിവസം വന്നു കഴിഞ്ഞപ്പോൾ അമ്മച്ചി പറഞ്ഞു ഇവള് മടത്തി പോകാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ എൻ്റെ കൂടെ പോരടിയെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ ഇടിവെണ്ണ കേട്ടോ, ഇടി വെട്ടി തുടങ്ങി. ഇനി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് നല്ല മഴ, മിക്കവാറും മഴ നനയേണ്ടി വരും. വേഗം വാ. കുട്ടിക്കാലത്ത് ഞങ്ങൾ സഹോദരങ്ങൾ മഴയത്ത് കളിച്ച് നടക്കും, പാടത്തും തോട്ടിലും വരമ്പിലുമൊക്കെ. ഇത് കാണുമ്പം അമ്മ വന്ന് ഞങ്ങളുടെ ചെവിക്ക് പിടിക്കും. എന്ത് രസമാണല്ലേ നമ്മുടെ ആ കുട്ടിക്കാലം. എൻ്റെ അനുജത്തിയുമൊത്ത് സന്തോഷകരമായ നിമിഷങ്ങൾ തള്ളി നീക്കുമ്പോഴും എൻ്റെ മനസ്സപ്പോഴും മിഷൻ സ്റ്റേഷനിലായിരുന്നു. തിരിച്ച് ഞാൻ ചെല്ലുമ്പോൾ അവിടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ആരൊക്കെ ജീവനോടെ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ലല്ലോ ഈശോയെ. നമ്മളിവിടെ ലോകത്തെക്കുറിച്ച് ഒന്നും അറിയാതെ ജീവിക്കുന്നു. ഈ പാവങ്ങളുടെ ദുരിതപൂർണമായ ജീവിതത്തെക്കുറിച്ച് എനിക്ക് ഇനി നിങ്ങളോട് പറയണമെന്നുണ്ട്.